കൂടി വന്ന ഒരു ഫ്രോഗിനെ ഡിസെക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, ഒരു കോക്രോച്ചിനെ ഡിസെക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരു ചാപ്റ്റർ ആയിട്ട് പഠിച്ചത് ഒരു ബുക്കായിട്ടാണ് പഠിക്കുന്നത്. അങ്ങനത്തെ സിമ്പിൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് റീബൂട്ട്. ഒരു മെഡിക്കൽ ലൈഫിൽ അല്ലെ മെഡിക്കൽ കോളേജ് ലൈഫിൽ സ്ട്രെസ് എന്ന് പറയുന്നത് അബ്നോർമൽ അല്ല. ഇപ്പോൾ ശരിക്കും പബ്ലിക്കിന് അറിയില്ല ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ബയോകെമിസ്ട്രി ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത്. ഈ ബോയ് വന്നിട്ട് പ്രപ്പോസ് ചെയ്ത സാധനം എറിഞ്ഞേച്ചു പോകുന്നു. പക്ഷെ ആ ബുക്ക് ഭയങ്കര ഹിറ്റായി മാർക്കറ്റിൽ. ബയോകെമിസ്ട്രി ബുക്ക് ഇന്നും അതിൻ്റെ 10ാമത്തെ എഡിഷൻ ഇറങ്ങുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഹ്യൂമൻസ് ഓഫ് ഹെൽത്ത് കെയറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിലെ ബയോകെമിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ റബേക്ക മാം ആണ്. വെൽക്കം മാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ മാം ആദ്യം ചോദിക്കാനുള്ളത്, മാം എന്തുകൊണ്ട് MBBS അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാം എന്നുള്ളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. നല്ല ചോദ്യം. സോ എന്നോട് ശരിക്കും എൻ്റെ ഹാർട്ടിൽ തൊട്ട് ഞാൻ അതിൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ എനിക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. ഞാനൊരു ചെറുപ്പത്തിൽ ഒരു ലോയർ ആകണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. കാരണം എന്ത് കാര്യത്തിനും നല്ലതായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ വാദിച്ച് ജയിക്കാനും എനിക്ക് നല്ല കഴിവുണ്ടായിരുന്നു. വീട്ടിൽ ഞാൻ അതിന് എക്സ്പേർട്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരു 8ാം ക്ലാസ്സൊക്കെ ആയ ശേഷം ഞാനൊരു നല്ല ഹാർഡ് വർക്കിംഗ് ഗേളായിരുന്നു. അപ്പം എനിക്ക് പതുക്കെ ആ ലോയർ എന്നുള്ള ആ ഒരു സ്ഥാനത്തിനെക്കാട്ടിലും കൂടുതൽ ഡോക്ടർ എന്നുള്ള ആ ഒരു പ്രൊഫഷനിലേക്ക് പതുക്കെ ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങി. പക്ഷെ എന്നാൽ പോലും എൻ്റെ ഫാമിലിയിൽ ഒരു ഡോക്ടർ പോലും ഇല്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ, നീറ്റ് UG എൻട്രൻസ് പോലെ ഒരു വലിയ എക്സാം എഴുതി ഇത് എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം എന്നും എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈം എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു 8ാം ക്ലാസ്സിനൊക്കെ ശേഷം എനിക്ക് പതുക്കെ ആഗ്രഹം തുടങ്ങി. പിന്നെ എപ്പോഴും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോട്ടുണ്ട്, ഹാർഡ് വർക്ക് ക്യാൻ ബീറ്റ് ടാലൻറ്റ് ഇഫ് ടാലൻറ്റ് ഡസൻറ്റ് വർക്ക് ഹാർഡ്. സോ അതായിരുന്നു ഇന്നും ഇവിടെ ഞാൻ എവിടെ എന്നെ എത്തിച്ചോ അതെല്ലാത്തിൻ്റെയും പിന്നിൽ ഒറ്റൊരു വർക്കേ ഉള്ളൂ, ദാറ്റ് ഇസ് ഹാർഡ് വർക്ക്. സോ ഇറ്റ് ക്യാൻ ഡെഫിനറ്റ്ലി ബീറ്റ് ദ ടാലൻറ്റ് ആൻഡ് ഐ ആം ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇറ്റ്. ഹാർഡ് വർക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതും കൂടിയാണ് ഇപ്പൊ മാം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അപ്പൊ നമ്മൾ MBBS ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ചെയ്തിട്ടും കുറെ ഡിഫറൻസസ് ഉണ്ട്. നമ്മൾ കുറെ എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. അപ്പൊ മാമിന് ആ ഒരു ഡിഫറൻസ് എത്രമാത്രം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? സത്യം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ ഒക്കെ പഠിച്ചിട്ടാണല്ലോ നമ്മൾ MBBS ജോയിൻ ചെയ്യുന്നത്. പക്ഷെ MBBS എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷെ ആ പ്രൊഫഷണൽ കോഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇമാജിൻ ചെയ്യാൻ അറിയില്ല. പിന്നെ ഞാൻ ജോയിൻ ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ ഇതുപോലെ യൂട്യൂബോ ഇൻ്റർനെറ്റോ അങ്ങനത്തെ യാതൊരു ഫെസിലിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ള ഒരു ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെത്തും ഒരു കോട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു ഡോക്ടർ. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ആ ഒരു ഇമാജിനേഷൻ. പക്ഷേ ഇവിടെ വന്ന് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂം ലേണിംഗ് ആയതുകൊണ്ട് വലിയൊരു വ്യത്യാസം തോന്നിയില്ല. പക്ഷെ ഡിസെക്ഷൻ ഹാളിൽ കയറിയപ്പോഴാണ് സത്യമായിട്ട് ആ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലായത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഇങ്ങനെയൊക്കെ കാണുമ്പം അത് എങ്ങനെ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് മീൻസ് അത് പെട്ടെന്ന് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം നമ്മൾ പഠിച്ചത് വെറും ബുക്കുകളും അങ്ങനെയൊക്കെ മാത്രമല്ല, പിന്നെ കൂടി വന്ന ഒരു ഫ്രോഗിനെ ഡിസെക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, ഒരു കോക്രോച്ചിനെ ഡിസെക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറൊരു വ്യത്യാസവും നമുക്കില്ല. അപ്പോൾ ആ ഒരു റിയൽ ഹ്യൂമൻ ബോഡി കാണുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഡേ ആ ഒരു വ്യൂ ചെയ്തപ്പോൾ ആ ഒരു ഫീല് പറഞ്ഞ് അത് ഇമാജിനേഷനും എക്സ്പെക്ടേഷനും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് ശരിക്കും തോന്നിയൊരു ഡിഫറൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ വാർഡിലേക്ക് പേഷ്യൻസിനെ കാണാനൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ലൈഫ് എന്താണെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും ഒക്കെ ഗ്രാജുവലി ആണ് പഠിച്ചത്. സോ വാട്ട് ഐ എക്സ്പെക്റ്റഡ് ആൻഡ് വാട്ട് ഐ സോ ആ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി പറയുവാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ അതിനുമായിട്ട് അക്കസ്റ്റംഡ് ആകും. വി ഹാവ് ടു. അതുമായിട്ട് നമ്മൾ ട്രാക്കിലായിട്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു, കാരണം ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തിട്ടാണല്ലോ ഇവിടെ എത്തിയത്. അപ്പം നമ്മൾ എന്തായാലും അത് ട്രാക്കിലായേ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അതിലേക്ക് വീഴും. That is what I feel. ഇപ്പൊ UGന്റെ റിസൾട്ട് ഒക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി പുതിയതായിട്ട് ഫസ്റ്റ് ഇയർ MBBS അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾ എന്തായാലും കേൾക്കേണ്ട ഒരു സംഭവം. ലൈക്ക് അവർക്ക് ഇങ്ങനെ ഇപ്പോൾ കുറേ ഇപ്പോൾ ഒന്നാമത് ഈ സോഷ്യൽ മീഡിയയും കൂടി ഉള്ളതുകൊണ്ട് അവർ ആ ഒരു സോഷ്യൽ മീഡിയ MBBS ലൈഫേ കാണുന്നുള്ളൂ. റിയാലിറ്റി എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് മാത്രമേ. അപ്പൊ അവർ ആ ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര അത് മാത്രം കണ്ടിട്ട് അപ്പൊ അവര് ആ ഒരു
നമ്മൾ മാമിന്റെ സമയത്തിനേക്കാളും ആ ഒരു റിയാലിറ്റി VS എക്സ്പെക്ടേഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞങ്ങളുടെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനേ കഴിയുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്, എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടെ അവെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എൻ്റെ ഒരു സമയത്ത് യാതൊരു പ്രീ ഫോംഡ് ഐഡിയാസും ഇല്ലാതെയാണ് ഞങ്ങൾ MBBS ജോയിൻ ചെയ്തത്. അതെ, ഡെഫിനറ്റ്ലി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ MBBS ആ ഒരു ത്രൂ ഔട്ട് 5.5 ഇയേഴ്സ് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ജേണിയാണ്. അപ്പോൾ മാം ഇപ്പോൾ ഒരു നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ MBBS എസ്പെഷ്യലി നമ്മുടെ ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസിനെ നേരിട്ട് കാണുന്നതും അവരുടെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആവുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറിലും ഫൈനൽ ഇയറിലായിരിക്കും. അതിൽ തന്നെ ഫസ്റ്റ് ഇയർ നമുക്കൊന്നും അറിയില്ല, നമ്മൾ പുതിയതായിട്ട് ഒരു പുതിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ടതാണ്. അപ്പോൾ ആ ഒരു മാമിന്റെ സമയത്തും ഇപ്പോഴും മാമിന്റെ സമയത്ത് മാം എങ്ങനെയായിരുന്നു ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്? ഓക്കെ, എൻ്റെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കുട്ടീനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമായിരുന്നു. കാരണം ഞാൻ ആദ്യം ഒരു കോളേജിൽ ജോയിൻ ചെയ്തു, അതിനുശേഷം അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വേറൊരു കോളേജിൽ പോയി. അപ്പോൾ അവിടെ പഠിപ്പിച്ചതൊന്നുമല്ല ഇവിടെ പഠിപ്പിച്ചത്. പിന്നെ അങ്ങനെ എൻ്റെ ഒരു സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. പക്ഷെ സാധാരണ ഒരു ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്ന ഒരാൾ അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുകയാണെങ്കിൽ ഇവർ നീറ്റ് എക്സാമിൽ ഭയങ്കര സ്ട്രെസ്സായിട്ട് ഇരുന്നിട്ടാണ് ഇവർ ഒരു വർഷം കുത്തിപ്പിടിച്ച് അല്ലെങ്കിൽ 2 വർഷമൊക്കെ ഇരുന്ന് നല്ലോണം സ്ട്രെസ് എടുത്തിട്ടാണ് ഇവർ പഠിച്ചിട്ട് വരുന്നത്. സോ ഇവിടെ വരുമ്പോൾ ആദ്യത്തെ അവരുടെ ഫീലിംഗ് ഓക്കെ, ഞാൻ ഡോക്ടറാകാൻ ആഗ്രഹിച്ചു, എനിക്ക് എത്തിപ്പറ്റേണ്ടടുത്ത് ഞാൻ എത്തിപ്പറ്റി. ഇതാണ് അവരുടെ ആദ്യത്തെ ഫീലിംഗ്. അപ്പോൾ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്തു എന്നുള്ള ആ ഒരു ഫീലിംഗിലാണ് അവരിവിടെ വരുന്നത്. സോ ഡെഫിനറ്റ്ലി അവർ ഇന്ന റിലാക്സേഷൻ മൂഡായിരിക്കും. പക്ഷെ എനിക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികളോട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നിങ്ങൾ നീറ്റ് എൻട്രൻസ് എക്സാമിനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഏതൊരു മൊമെൻറ്റത്തിൽ പഠിച്ചോ അതേ മൊമെൻറ്റത്തിൽ തന്നെയാണ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ മൊമെൻറ്റം തന്നെ പിടിക്കണം. പക്ഷെ ഇതിനിടയിൽ ചെറിയ ചെറിയ ബ്രേക്സ് ഒക്കെ എടുക്കാം, അതല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ആ മൊമെൻറ്റം തന്നെ കീപ്പ് ചെയ്യണം. ഇതാണ് എനിക്ക് അവരോട് ആദ്യം തന്നെ പറയാനുള്ളത്. ഡോണ്ട് ലൂസ് ദാറ്റ് മൊമെൻറ്റം ആൻഡ് ദാറ്റ് എന്താ പറയുക, ആ പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് നിങ്ങൾ കളയരുത്. ആ ഹാർഡ് വർക്ക് എന്നുള്ള ആ ഒരു പോയിന്റിൽ നമ്മൾ എപ്പോഴും പിടിച്ചോണം. യു കീപ് ദാറ്റ് ഹാർഡ് വർക്ക് ഓൾവേസ് വിത്ത് യു ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് യു നിങ്ങളുടെ ഹയർ ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റുന്നത് ആ ഒരൊറ്റ പോയിന്റാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് എങ്ങനെ നമുക്കിപ്പോൾ എന്തായാലും സ്ട്രെസ്ഫുള്ളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എന്തെങ്കിലും ടിപ്സ് മാമിന്റെ ലൈഫിൽ യൂസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഓക്കെ, സ്ട്രെസ്ഫുൾ ലൈഫ് എൻ്റെ സമയമല്ല ഇപ്പോഴത്തെ സമയം, അതുകൊണ്ട് എപ്പോഴും ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ വേണം കമ്പയർ ചെയ്യാനായിട്ട്. സ്ട്രെസ് എന്ന് പറയുന്നത് ഞാൻ പറയാം, സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ലൈഫിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ലൈഫിൽ സ്ട്രെസ് എന്ന് പറയുന്നത് അബ്നോർമൽ അല്ല, അല്ലെങ്കിൽ അതൊരു ഇല്ലാത്ത കാര്യമല്ല, അത് ഉള്ളതാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു നോർമൽ കാര്യമാണ്. ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു നോർമൽ കാര്യമാണ്. പക്ഷേ വേറൊരു വാക്കുണ്ട്, ബേൺ ഔട്ട്. ഈ ബേൺ ഔട്ട് നമുക്ക് വരാൻ പാടില്ല. അതാണ് ഫസ്റ്റ് തിങ്. ഇനി ഈ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ സ്ട്രെസ് എന്ന് എഴുതുകയാണെങ്കിൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ എന്തായിരിക്കും, നമ്മൾ ഇപ്പോൾ ഹെന്നയോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഹെന്ന ഒരു കോളേജിൽ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്തപ്പോൾ എന്താണ് ഹെന്നയ്ക്കൊരു സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്തത്? അങ്ങനെ ആകുമ്പോൾ എനിക്ക് അതിന് കുറച്ചും കൂടെ നന്നായിട്ട് ആൻസർ പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കുറെ MCQ ലൈഫ് എന്നാണ് ആ ഒരു തിയററ്റിക്കൽ വരുന്നത്. പിന്നെ നമ്മൾ ഒരു ചാപ്റ്റർ ആയിട്ട് പഠിച്ചത് ഒരു ബുക്കായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു 2 പേജിൽ പഠിച്ച സാറ് നമ്മളൊരു 30-40 പേജിൽ പഠിക്കണം. ഈ എല്ലാ സാധനങ്ങളും പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല. ഇത് എക്സാമിന് എഴുതിയ നമ്മൾ കുറേ പഠിച്ചിട്ട് പോകും, പക്ഷെ അവിടെ എത്തുമ്പോൾ എക്സാമിൽ നമുക്ക് എഴുതിയിട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ എഴുതി വലിപ്പിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ മെയിൻലി. പിന്നെ ഫസ്റ്റ് ടൈമാണ് ആ ഒരു 3 hour യൂണിവേഴ്സിറ്റി എക്സാം. ഫെയിലായ എന്താവും, നമ്മൾ അത്രയും ആഗ്രഹിച്ച് നമ്മൾ ഭയങ്കര ടോപ്പറായിട്ട് വന്നതാണ്, അപ്പൊ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഒരു അങ്ങനത്തെ സ്ട്രെസ്സുകൾ. അതിന് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ആൻസർ പറയാം. അതായത് നമ്മൾക്ക് അങ്ങനത്തെ സ്ട്രെസ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി നമുക്ക് ഉണ്ടാവും. പക്ഷേ ആ സ്ട്രെസ് എന്താണ്, നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഫെയിലായാൽ എന്താകും, ഇതല്ലേ നമ്മുടെ സ്ട്രെസ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിൾ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു എക്സാം സ്ട്രെസ്സായിട്ടിരുന്ന് എന്തുകൊണ്ടാണ് സ്ട്രെസ് വന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മൾ കോളേജ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹാർഡ് വർക്ക് എന്നുള്ളൊരു കാര്യം കളയാൻ പാടില്ല. 2, നമ്മുടെ ഓരോ ക്ലാസ്സിൽ അല്ലെ നമ്മുടെ ഫസ്റ്റ് ഡേ മുതൽ
അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അന്നന്നത്തെ കാര്യങ്ങൾ തന്നെ അന്ന് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ എക്സാം പോയിന്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അത്ര സ്ട്രെസ് ഉണ്ടാവില്ല. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പരീക്ഷ എടുക്കാറാകുമ്പോഴത്തേക്ക് ഭയങ്കര പഠിത്തമാണ്. അപ്പോൾ അതൊന്ന് കുറച്ച്, ഞാൻ പറയുന്നത് അതൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് എല്ലാ ദിവസവും, ഞാൻ പറയുന്നില്ല ഫുൾ ടൈം രാത്രി കുത്തിയിരുന്ന് നിങ്ങൾ നീറ്റിന് പഠിച്ച പോലെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കുറച്ച് സമയം പഠിത്തത്തിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് മിനിറ്റിലുള്ള സ്ട്രെസ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ പഠിക്കാൻ ഒരു ടൈം എടുക്കുമ്പം നമുക്ക് നന്നായിട്ട് നമ്മുടെ തലയിലേക്ക് പഠിച്ചാൽ കയറുന്ന ഒരു ടൈം നമുക്ക് എടുക്കണം. എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഏർലി മോർണിംഗ് എനിക്ക് നല്ലതായിട്ട് പഠിക്കാൻ പറ്റും. എനിക്ക് ഒത്തിരി സമയമൊന്നും പഠിക്കേണ്ട, എനിക്ക് 1 മണിക്കൂർ പഠിച്ചാൽ മതി, അത് നന്നായിട്ട് എൻ്റെ തലയിൽ കയറും. അപ്പം അങ്ങനെ ഒരു ടൈം നമുക്ക് മാറ്റുക, ദാറ്റ്സ് എ ക്വാളിറ്റി ടൈം. ആ ടൈം നമ്മൾ കുറച്ച് നേരം പഠിത്തത്തിന് വേണ്ടി മാറ്റി വെക്കണം. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ദാറ്റ് ഈസ് ഇറ്റ്. ആൻഡ് ഫെയിലിയർ, ഈ ഫെയിലിയർ ഒരു എക്സാമിൻ്റെ ഫെയിലിയർ എന്ന് പറയുന്നത് ലൈഫിലെ ഫെയിലിയർ അല്ല. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ ഇരിക്കുന്നത് നീറ്റ് UGയിൽ 1ാം റാങ്ക് കിട്ടിയതുകൊണ്ടല്ല. എനിക്ക് എന്ത് കിട്ടിയോ, എനിക്ക് എന്ത് PG ഞാൻ ചൂസ് ചെയ്തോ, ആ ചൂസ് ചെയ്തതിൽ എനിക്ക് എക്സൽ ചെയ്യാൻ പറ്റി, എനിക്കൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് ആർക്കും പറ്റും. ഒരു എക്സാം ഫെയിലിയറിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യം ഇല്ല. ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ ലൈഫ്. പരീക്ഷ ഫെയിലായി വരുന്ന കുട്ടികളോട് ഞാൻ ഒരു കാര്യം പറയാനുണ്ട്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൊതുക് കുത്തിയ വേദന ഉണ്ടാവുള്ളൂ. ലോങ് ടേമിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ അറിയാനേ പോകുന്നില്ല. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇനി ബേൺ ഔട്ട്, അത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. ബേൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബേൺ ഔട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ പ്രൊഫഷണൽ ലൈഫിന് ഞാൻ കയറിയതിന് ശേഷം ഞാൻ ഒരുപാട്, അതായത് എനിക്ക് കോളേജിലെ വർക്ക് ഉണ്ട്, അതിനുശേഷം വീഡിയോ ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ ബുക്ക് എഴുതുന്നുണ്ട്, അതുപോലെ എനിക്ക് അല്ലാതെ ഓഫ്ലൈൻ ക്ലാസ്സസ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിനെല്ലാം പോയി കഴിഞ്ഞപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എനിക്ക് മനസ്സിലായി എനിക്കിതെല്ലാം കൂടി ഇനി പറ്റില്ല. അപ്പോൾ എന്താ പറ്റുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിസ്റ്റം ആലോചിക്കാം, നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ആലോചിക്കാം. ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഹാങ് ആവും അല്ലേ? സിസ്റ്റം ഹാങ് ആവും. അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് ഡിവൈസിലേക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ കുത്തിക്കയറ്റിയാൽ എന്താ പറ്റുക? അത് സ്റ്റോറേജ് ഇനി പറ്റില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില വാർണിംഗ് പോയിന്റ്സ് ഉണ്ട്, വാർണിംഗ് സൈൻസ് നമ്മുടെ ബോഡിയിൽ തന്നെ അതായത് പല രീതിയിൽ നമ്മൾ അറിയാത്ത പല രീതിയിൽ നമ്മളത് നമ്മുടെ ബോഡിയിൽ തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ സിമ്പിൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് റീബൂട്ട്. എൻ്റെ കേസിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെലക്റ്റീവ് ആകാൻ തുടങ്ങി. ക്ലാസ്സസിൻ്റെ കാര്യത്തിൽ, വീഡിയോയുടെ കാര്യത്തിൽ, എന്തൊക്കെ ഡിസിഷൻ എൻ്റെ ജീവിതത്തിൽ എടുക്കണോ ആ ഡിസിഷൻസിലൊക്കെ ഞാൻ സെലക്റ്റീവ് ആകാൻ തുടങ്ങി. സോ ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു, ദാറ്റ് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്ട്രെസ് നോർമലാണ്, ഫെയിലിയേഴ്സ് നോർമലാണ്, അക്സെപ്റ്റ് ചെയ്യുക, പക്ഷെ ബേൺ ഔട്ട് ആവാൻ സമ്മതിക്കാതിരിക്കുക. ദാറ്റ് ഈസ് ഇറ്റ്. പിന്നെ നമ്മളിപ്പോൾ ഒരു MBBS എന്നുള്ളതൊരു ലോങ് ജേർണിയാണ്. അപ്പോൾ മാമിൻ്റെ ആ ഒരു 5.5 ഇയേഴ്സിൽ മാമിന് ഏറ്റവും കൂടുതൽ മാം ഇപ്പോഴും ഇങ്ങനെ ഓർത്ത് വെക്കുന്ന ഭയങ്കര ഹോൾഡ് ഓൺ ചെയ്യുന്ന ഒരു മെമ്മറി എന്തായിരിക്കും? വളരെ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. എൻ്റെ ബ്യൂട്ടിഫുൾ മെമ്മറിയാണ് എൻ്റെ കൂടെ തന്നെ എൻ്റെ ലൈഫ് പാർട്ട്ണർ ആയത്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറി. ബിക്കോസ് ഞാനൊരു കോളേജിൽ ജോയിൻ ചെയ്തു. ആ കോളേജിലെ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ്, എ ബോയ് അവിടെ ജോയിൻ ചെയ്തു. ആൻഡ് ഞാൻ ജോയിൻ ചെയ്ത സമയം തൊട്ട് എന്നെ ആരാധിക്കുന്ന ഒരു ബോയ് അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരു ദിവസം ന്യൂസ് വരുന്നത്, ഞാൻ ട്രാൻസ്ഫറായി, ഈ ഗേളിനെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഈ ബോയ് ഈ ഗേളിൻ്റെ അടുത്ത് ഈ ഫീലിംഗ് പറഞ്ഞിട്ടില്ല. പക്ഷെ എപ്പോഴും ഈ ബോയ് ഈ ഗേളിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണില്ല, ലാൻഡ് ലൈൻ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അന്നുണ്ടായിരുന്നത്. ഈ ഗേളിന് പെട്ടെന്ന് പോകേണ്ടി വരുന്നു, അടുത്ത ദിവസം കോളേജിൽ ജോയിൻ ചെയ്യണം, വേറൊരു കോളേജിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ബോയ് വന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്നു. പ്രപ്പോസ് ചെയ്ത സാധനം എറിഞ്ഞേച്ചു പോകുന്നു. അടുത്ത ദിവസം ഈ പെൺകുട്ടി അവിടെ നിന്ന് ദൂരങ്ങളിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഈ ബോയ് ഈ ഗേളിനെ വിടാൻ തയ്യാറായില്ല. പിന്നാലെ ലെറ്റർ എഴുതി, പിന്നീട് അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് 6 വർഷത്തോളം മൊബൈൽ ഫോണില്ല,
സോഷ്യൽ മീഡിയ ഇല്ല, ഇങ്ങനെ ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ആ ഒരു ബന്ധം നമ്മൾ കീപ്പ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇന്ന് ഞങ്ങൾ എന്താ പറയുക ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പോൾ അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഫസ്റ്റ് ഇയറിൽ ആകെ 2 മാസം മാത്രം ജോയിൻ ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരു മെമ്മറി. അതിന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. ഭയങ്കര ഒരു എന്താ പറയുക സ്വീറ്റ് മെമ്മറി. അതെ, ഡെഫിനറ്റ്ലി. അപ്പം മാം ഒരു അസോസിയേറ്റ് പ്രൊഫസറാണ്, നീറ്റ് PG എഡ്യൂക്കേറ്ററാണ്. മാം പറഞ്ഞ ഒരു ഓതറാണ്. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവാണ് മാം. കുറെ ഷൂട്ട്സ് ഒക്കെ ഞാൻ കാണാറൂണ്ട്, ഓണം ഷൂട്ടൊക്കെ നല്ല അടിപൊളി. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ മാം ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരുന്നത്? അതെ, അത് ഞാനൊരു നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ബേൺ ഔട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന്. കാരണം ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്ത് ഞാൻ PG കഴിഞ്ഞ് ഇപ്പം തന്നെ എനിക്ക് ജോലി കിട്ടി. PSC എനിക്ക് റാങ്ക് 1 ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്തു. അതിന് ശേഷം ആണ് എനിക്കിങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അലുമിനി അസോസിയേഷനിൽ ക്ലാസ് എടുക്കാനായിട്ട് ഒരു ഓപ്ഷൻ എനിക്ക് ഒരു അവസരം കിട്ടുന്നത്. ആ ക്ലാസ് എടുക്കുമ്പോൾ അവിടുന്ന് എൻ്റെ ക്ലാസ്സുകൾ വളരെയധികം ബയോകെമിസ്ട്രി ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ അന്ന് മുതൽ അവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ മാത്രമേ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ ബുക്ക് എഴുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബയോകെമിസ്ട്രി ബുക്ക് ഇത്രയും ഹിറ്റാവുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. കാരണം അത്രയും എല്ലാവരും അണ്ടർ റേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റിയാണ് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ ബുക്ക് ഭയങ്കര ഹിറ്റായി മാർക്കറ്റിൽ. ബയോകെമിസ്ട്രി ബുക്ക് ഇന്നും അതിൻ്റെ 10ാമത്തെ എഡിഷൻ ഇറങ്ങുന്നുണ്ട്. ഇന്നും പ്രിന്റ് ചെയ്യുന്ന ഒരേ ഒരു ബുക്ക് ആ സീരീസിൽ എനിക്ക് തോന്നുന്നു ബയോകെമിസ്ട്രി ബുക്ക് മാത്രമാണ്. അപ്പം അങ്ങനെ പതുക്കെ ഓരോരോ പടികൾ മുന്നോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എൻ്റെ സിസ്റ്റം റീബൂട്ട് ചെയ്യാൻ ടൈമായി എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പ്രയോറിറ്റൈസ്. എനിക്ക് പറ്റുന്നത്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങൾ മാത്രത്തിലേക്ക് ഞാൻ ഒതുക്കി. അങ്ങനെയാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാവർക്കും ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ലൈഫ് ഒരു ദിവസം ഈ 24 മണിക്കൂർ എന്ന് പറയുന്നത് എനിക്കുണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഈ 24 മണിക്കൂറിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? കാരണം നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ഡിസിഷൻ എടുക്കുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇടയ്ക്കിരുന്നൊന്ന് നമ്മുടെ ഫുൾ കാര്യങ്ങളെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫിൽ കുറച്ച് എൻജോയ്മെൻറ്റും കൂടെ വേണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. So prioritize. That is the first thing. That is the most important thing that we should do in our life. എന്നാണ് എനിക്ക് പറയാനുള്ളത്. That reboot. Think what you have to do. First priority, second priority, third priority. That is it. അപ്പോൾ മാം തന്നെ പറഞ്ഞു ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര അണ്ടർ റേറ്റഡ് സബ്ജക്റ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാം നീറ്റ് PG ഒരു നീറ്റ് PGക്ക് ശേഷം ഞാൻ ബയോകെമാണ് എടുക്കുന്നത് എന്നുള്ളൊരു ഡിസിഷൻ എപ്പോഴായിരുന്നു വന്നത്? യെസ്, ഈ ഒരു കാര്യം അതായത് എന്നോട് ചോദിച്ചില്ലേ വർക്ക് ലൈഫ് ബാലൻസ് എന്ന്. ഓക്കെ, ഇതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ക്വാളിറ്റി എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ കുറച്ചൊന്ന് ശ്രമിച്ചു. എനിക്ക് മനസ്സിലായി പേഷ്യൻ്റ് ഡയറക്റ്റ് എൻകൗണ്ടേഴ്സ് എനിക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നോർമലാണ്, പക്ഷെ എനിക്ക് വന്ന ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് നോർമലിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹയർ ലെവലിലായിരുന്നു. കാരണം അതെൻ്റെ കയ്യിൽ എനിക്ക് ഡിപ്രഷൻ, ആഫ്റ്റർ അൾസേഴ്സ്, എനിക്ക് മെൻസ്ട്രുവൽ ഇറെഗുലാരിറ്റീസ്, ഇങ്ങനെ പല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വരാൻ തുടങ്ങി. പേഷ്യൻ്റ് എൻകൗണ്ടേഴ്സ് എനിക്ക് പറ്റില്ല എന്നുള്ളത് ഞാൻ അന്നേ റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് ആ ഒരു ഫീൽഡ് പറ്റില്ല. ഇപ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക അങ്ങനെ ക്ലിനീഷ്യൻസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ എനിക്ക് മനസ്സിലായി ദാറ്റ് ഈസ് നോട്ട് മൈ പാഷൻ. അതെൻ്റെ പാഷൻ അല്ല. കാരണം എൻ്റെ പാഷനാണ്, എനിക്കത് സ്ട്രെസ് ഉണ്ടാക്കില്ല. ഞാൻ ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് എനിക്കത് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് എൻ്റെ പോസിറ്റീവ്, എനിക്ക് എന്താ കഴിവുള്ളത്. എനിക്ക് നന്നായി ക്ലാസ് എടുക്കാൻ അറിയാം,
നന്നായി നോട്ട് ഉണ്ടാക്കാൻ അറിയാം. ഈ 2 കാര്യങ്ങൾ എൻ്റെ പോസിറ്റീവ് സൈഡാണെന്ന് മനസ്സിലാക്കി ആ പോസിറ്റീവ് സൈഡിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ക്ലിനിക്കൽ സൈഡിലേക്ക് എനിക്ക് പോയാൽ എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് നോട്ട് മൈ പാഷൻ, ഓർ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഇസ് നോട്ട് മൈ ഇക്കിഗായി. എൻ്റെ ഇക്കിഗായി അതല്ലാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായപ്പോൾ ഞാൻ നോൺ അക്കാഡമിക് ഓറിയൻറ്റഡ് ഫീൽഡിലേക്ക് ഞാൻ എൻ്റെ സെലക്ഷൻ കൺഫൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മുന്നിലുള്ളത് എനിക്കിഷ്ടമുള്ള 3 സബ്ജക്റ്റുകളാണുള്ളത്. ഒന്ന് പെത്തോളജി, ഫസ്റ്റ് പ്രയോറിറ്റി പെത്തോളജി ആയിരുന്നു കേട്ടോ, ബയോകെമിസ്ട്രി അല്ല. രണ്ടാമത്തേത് ഫിസിയോളജി ഇഷ്ടമായിരുന്നു, ബയോകെമിസ്ട്രി ഇഷ്ടമായിരുന്നു. ഈ 3ഉം എൻ്റെ കയ്യിൽ ചോയ്സ് ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ ബയോകെമിസ്ട്രിയിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് ഫാക്കൽറ്റീസിനൊക്കെയുള്ള എൻകൗണ്ടറിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഫിസിയോളജി എനിക്ക് പറ്റില്ല. കാരണം അവിടെ പലപ്പോഴും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, ഫ്രോഗ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചാകുമ്പോൾ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ സ്ഥിരം ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന സാധനം എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു, അതിനെ പിത്ത് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ അവിടെ റാബിറ്റ് എക്സ്പെരിമെന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പി ജി എക്സാമിന്. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ലായിരുന്നു, അതെനിക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം. പിന്നെ പെത്തോളജിയുടെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് പെത്തോളജി സബ്ജക്റ്റ് ഇഷ്ടമാണ്, റോബിൻസ് എനിക്ക് അത്ര ഇഷ്ടമാണ് ആ ബുക്ക്. പക്ഷേ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ എനിക്കെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതുകൊണ്ട് ഒരു പേഷ്യൻറ്റിൻ്റെ ലൈഫിനെ വെച്ച് കളിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ പാർവതി മാഡം എന്ന് പറഞ്ഞിട്ടൊരു മാഡം ഉണ്ട്, നിങ്ങളൊന്നും അറിയുമെന്ന് അറിയില്ല, മുന്നേ ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഒരു വൈസ് പ്രിൻസിപ്പളാണ് മാഡം ഇപ്പോൾ ഇല്ല. മാഡം എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ബയോകെമിസ്ട്രി. മാഡം പേഷ്യൻ്റ് എൻകൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻകൗണ്ടർ ഇല്ല, പക്ഷേ ഞാൻ റിസർച്ച് ലാബ് ആക്ടിവിറ്റീസിലും പിന്നെ അതുപോലെ ക്ലിനിക്കൽ ലാബിലും ഒക്കെ മാഡത്തിൻ്റെ ഒപ്പം വെറുതെ ഒന്ന് പോയി കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് പേഷ്യൻ്റ് എൻകൗണ്ടർ ഇല്ല, പക്ഷേ എന്നാൽ പേഷ്യൻ്റ് റിലേറ്റഡ് കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് എന്നുള്ള നിലയിലാണ് ഞാൻ ബയോകെമിസ്ട്രി ചൂസ് ചെയ്തത്. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ശരിക്കും പബ്ലിക്കിന് അറിയില്ല ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ബയോകെമിസ്ട്രി ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത്. ശരിക്കും അവരുടെ ഒരു ഹെൽത്തിൽ ബയോകെമിസ്ട്രി ഡോക്ടേഴ്സിൻ്റെ റോൾ എന്താണ്? ഓക്കെ, അതായത് നമ്മൾ പബ്ലിക് നോക്കുമ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പബ്ലിക് നോക്കുമ്പോൾ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ബേസിക് സബ്ജക്റ്റാണ്. ഇറ്റ് ഈസ് എ റിയാക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ സെൽ, അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു MBBS കഴിഞ്ഞ ഒരാൾക്ക് അവിടെ എന്താണ് റോള് അല്ലേ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മെഷീൻ നമ്മൾ കാണും, നിങ്ങൾ വിചാരിക്കും നമ്മളൊരു പേഷ്യൻ്റെ സാമ്പിൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ മെഷീൻ ഇങ്ങനെ റിപ്പോർട്ട് തരുമെന്നില്ല. മോർണിംഗ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീന് കറക്റ്റായിട്ടാണോ റിസൾട്ട് തരുന്നതെന്നുള്ളത് അറിയാനായിട്ട് നമ്മളൊരു ക്വാളിറ്റി കൺട്രോൾ നമ്മൾ റൺ ചെയ്യണം. അത് റൺ ചെയ്തതിന് ശേഷം മിക്ക സമയത്തും അത് ഔട്ടിൽ പോകും. അല്ലെ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോകെമിസ്ട്രി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പേഷ്യൻറ്റിൻ്റെ ശരിക്കുള്ള കണ്ടീഷനുമായിട്ട് കോറിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ആയിരിക്കില്ല കിട്ടുന്നത്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോകെമിസ്ട്രി പഠിച്ച ഒരാൾക്ക് മാത്രമേ അത് എന്തുകൊണ്ടാണ് MBBSും കൂടെ കഴിഞ്ഞ് MD ബയോകെമിസ്ട്രി എടുത്തിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ക്ലിനിക്കൽ നോളജോടുകൂടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാല്യൂ കിട്ടിയത്, അല്ലെങ്കിൽ ഈ മെഷീൻ എന്തുകൊണ്ടാണ് ഈ QC ഇങ്ങനെ റൺ ചെയ്യുന്നതിനെ എങ്ങനെ എനിക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ സാമ്പിളിൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടി, അത് എവിടെയാണ് അതിൻ്റെ എറർ പറ്റിയത്, ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ MBBS എന്നുള്ള ആ ഒരു ജേർണി കൂടെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ MD ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഒരു ബേസിക് സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അതിനകത്ത് ഒരു ക്ലിനിക്കൽ നോളജ് അപ്ലൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് MD ബയോകെമിസ്ട്രി ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. So that can be done only by somebody who has done MBBS. Yes. MSc ബയോകെമിസ്ട്രി കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, പിന്നെ MBBS കഴിഞ്ഞ് MD ബയോകെമിസ്ട്രി എടുത്ത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ഇപ്പോൾ മാം ഒരു പബ്ലിക്കിന് മനസ്സിലാവുന്ന രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതെ, അതായത് MSc ബയോകെമിസ്ട്രീനെ ഞാൻ ഒരിക്കലും അണ്ടർ റേറ്റ് ചെയ്യില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഡോക്ടേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ അല്ല. മെഡിക്കൽ പ്രൊഫഷനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്,
പിന്നെ അതുപോലെ നഴ്സസ് ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ്. അതിൽ ഹൈറാർക്കീസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ എന്തോ വലുതും ടെക്നീഷ്യൻ എന്തോ ചെറുതോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വലിപ്പ ചെറുപ്പങ്ങളെക്കാളും കൂടുതൽ ഇറ്റ്സ് എ ടീം വർക്ക്. അപ്പൊ അവിടെ എല്ലാവരുടെയും നോളജിന് അവരുടേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ MSc ബയോകെമിസ്ട്രി എടുത്തു കഴിഞ്ഞ ഒരാൾക്കാണെങ്കിലും ഹെൽത്ത് കെയർ പ്രൊഫഷനിൽ വർക്ക് ചെയ്യാം. ആസ് എ ലാബിൽ വർക്ക് ചെയ്യാം, അതിനൊരു തെറ്റുമില്ല. അത് അവർ ആ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ അവർ കുറച്ചും കൂടെ ഹയർ ലെവലിലാണ് നമ്മളെക്കാട്ടിലും. പക്ഷെ ക്ലിനിക്കൽ ആസ്പെക്റ്റ് വരുമ്പം നമുക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. പിന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ബയോ ഇൻഫോർമാറ്റിക്സ് എന്നൊരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീനിനെ പറ്റി പഠിക്കുന്നു. ആ ജീനിലെ എല്ലാം നമ്മളൊരു കമ്പ്യൂട്ടർ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ബയോ ഇൻഫോർമാറ്റിക്സ്. ഈ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ജീനിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീനിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. പക്ഷെ അതിന് ഫൈനൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്ലിനിക്കൽ നോളജ് അവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ MD ബയോകെമിസ്ട്രി ഈസ് ഹാവിങ് ഓൾവേസ് എൻ അപ്പർ ഹാൻഡ് ഓവർ MSc ബയോകെമിസ്ട്രി. പക്ഷെ അറ്റ് ദ സെയിം ടൈം ടെക്നിക്കൽ ആസ്പെക്ട് ഐ വിൽ സേ ദാറ്റ് ഈക്വൽ. അതായത് അവരുടെ നോളജും നമ്മുടെ നോളജും ഒരു ഡിഫറൻസും ഇല്ല. പക്ഷെ ക്ലിനിക്കൽ നോളജിൽ എപ്പോഴും നമുക്ക് ആ ഒരു അപ്പർ ഹാൻഡ് തന്നേ പറ്റുള്ളൂ. ബിക്കോസ് വി ഹാവ് ഗോൺ ത്രൂ ദ ജേർണി ഓഫ് MBBS.